സാധാരണ ബർത്ത്ഡേക്ക് എനിക്കാണുള്ള സർപ്രൈസ് ആണ്. ഇത്തവണ എൻ്റെ ബർത്ത്ഡേക്ക് ബാക്കിയുള്ള എല്ലാവരെയാണ് സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി. വിസയുടെ കാര്യം അത് വിസ ആക്ച്വലി ഞങ്ങൾക്ക് പിന്നെ റിജക്റ്റ് ആയ. പിന്നെ ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എ ബിഗ് ഡീൽ ഔട്ട് ഓഫ് ഇറ്റ്. അതിനെക്കുറിച്ചൊരു വലിയ വീഡിയോ വ്ളോഗും ചെയ്ത് ഐ ഡോണ്ട് വോണ്ട് ടു ആ ഒരു സെൻസേഷനൊന്നും ആക്കണ്ട. കാരണം ദ വിസ വാസ് നോട്ട് അർജൻറ്റ് ഫോർ അസ് ആൻഡ് കിട്ടിയാൽ നല്ലതെന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് ദെൻ കിട്ടിയില്ല. സോ ഇറ്റ്സ് നോട്ട് എഫക്റ്റിംഗ് അവർ ലൈവ്ലിഹുഡ് ഓർ കരിയറോ അവിടെ ഒരു ഇവൻറ്റ് അങ്ങനെ ഒന്നും നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് വലിയ വിഷമമില്ല. ബട്ട് ഇറ്റ് ഗോട്ട് റിജക്റ്റഡ്. സോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് അത് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഹൈദരാബാദ് പോയത്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. അത് ഞങ്ങൾ എയർപോർട്ടിലെത്തി. എൻ്റെ ബർത്ത്ഡേ ആണ് ആക്ച്വലി. ഈ വീഡിയോ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത്, നാളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം, ഒരു സർപ്രൈസ് അല്ല, ഒരു ഭയങ്കര നല്ല ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. പക്ഷേ സാധാരണ ബർത്ത്ഡേക്ക് എനിക്കാണുള്ള സർപ്രൈസ് ഉണ്ട്. ഇത്തവണ എൻ്റെ ബർത്ത്ഡേക്ക് ബാക്കിയുള്ള എല്ലാവരെയാണ് സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് വഴക്കം കിട്ടില്ല എന്നുള്ളൊരു ഹോപ്പുണ്ട്. സോ എയർപോർട്ടിന് പ്രിയനെ വേറെ വഴിക്ക് വിടുവാണ് വീട്ടിലേക്ക് വിടുവാണ്. ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തു. സോ പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ബ്ലെസ്സിങ്സും വിഷസ് ആൻഡ് ഓൾ has always brought good stuff in my life. So thank you for all the support and all the wishes. പ്രിൻസാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. ഇവിടെ നമുക്കിനി തൃശ്ശൂരിലേക്കൊന്ന് പോകാനുണ്ട്. ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഇന്ന്. പിന്നെ ഭയങ്കര തിരക്കുമാണ്. കല്യാണമൊക്കെ എടുത്തില്ലേ. എന്തായാലും ആള് വന്നിട്ടുണ്ട്. ഞാനും പ്രിൻസും തമ്മിലുള്ള ഒത്തുകളിയാണിത്. ബാക്കി ആർക്കും ഒരു ഐഡിയ ഇല്ല. ഗൈസ് അങ്ങനെ തൃശ്ശൂരിലെത്തി. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ തന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇത്തവണത്തെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ മെമ്പറിനെ ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അത് ആരാണ് ഉടനെ നിങ്ങൾക്ക് കാണാം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സ് ഇൻ മൈ ലൈഫ്. മാത്രമല്ല മോസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ ആണ്. സോ വി വാണ്ട് ടു വെൽക്കം എ ന്യൂ മെമ്പർ ടു അവർ ഫാമിലി. പ്രിയ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പ്രിയ അമ്മയൊക്കെ പ്രിൻസിനോട് പറഞ്ഞാൽ പ്രിൻസ് ആണ് പറഞ്ഞത്. ജില്ലി ചേട്ടാ സൂപ്പർ ഐഡിയ ആണ് ജില്ലി ചേട്ടാ, യു ഡിസേർവ് ഇറ്റ് എന്ന് പറഞ്ഞ് പ്രിൻസ് ആണ് എന്നെ നിർബന്ധിച്ചേട്ടാ. നടന്നോ? അപ്പൊ ഞാൻ എടുക്കാൻ വന്നിരിക്കുന്നത് വൈറ്റ് ഡോഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു കൊളാബറേഷൻ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ഏറ്റവും ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, വിനീത് എന്ന പേര്. പുള്ളിയാണ് എനിക്കൊന്ന് കെനൽ ക്ലബിന്റെ ഹെഡും അങ്ങനത്തെ ഭയങ്കര ഡോഗ് ലവർ മാത്രമല്ല, ബ്രീഡർ മാത്രമല്ല, ഈ ഡോഗ്സിന്റെ കെനൽ ക്ലബിനെയൊക്കെ ഹെഡ് ചെയ്യുന്ന ആള്, കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്ന ആളാണ്, ഓർഗനൈസറാണ്. ഹി ഹാസ് ലോട്ട് ഓഫ് ഡോഗ്സ്. അപ്പോൾ എടുക്കുമ്പോൾ ഈ ഒരു പെറ്റിനെ എടുക്കാൻ പോവാണ് ഞാൻ. അത് മനസ്സിലാക്കാതെ ഒരു ഡോഗിനെ എടുക്കാൻ പോവാണ്. സോ അതിനെടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല ബ്രീഡ്സ്, അതിൻ്റെ ഹെറിറ്റേജ്, ബ്ലഡ് ലൈൻ എല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ വെറുതെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചെടുക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിനീനോട് ചോദിച്ച് വിനീത് 2-3 ഓപ്ഷൻസ് തന്ന് അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് എനിക്ക് ഈ കറക്റ്റ് ഡേറ്റിനും കൂടെ വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. സോ ഷിറ്റ്സുവിനെ ഇവർ വളരെ ഇപ്പോൾ ബ്രീഡിൻ്റെ പേരും പറഞ്ഞു. ഈ ഷിറ്റ്സു എന്ന് പറഞ്ഞ ബ്രീഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആ ബ്രീഡിന് വളരെ 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 നല്ല ലൈനേജ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻ ദ കൺട്രി ആയിരിക്കില്ല, പക്ഷേ വൺ ഓഫ് ദ ടോപ്പ് ഇൻ ദ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് വരെ പറയാം. അങ്ങനത്തെ ക്വാളിറ്റിയുള്ള ഷിറ്റ്സൂസ് ആണ്. ഇവിടുന്ന് കുറേ വേറെ സെലിബ്രിറ്റീസ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാനും എടുക്കാൻ പോകുന്നത്. ഞാൻ ആളെ കണ്ടിട്ടില്ല ഇതുവരെ, ഫോട്ടോ കണ്ടിട്ടുണ്ട്, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ആള് നിങ്ങളും ഞങ്ങളും ഒരേ ടൈമിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എങ്ങനെയുണ്ട് ആള്? എങ്ങനെയുണ്ട് പ്രിൻസ്? സോ ക്യൂട്ട്, സുന്ദരനല്ലേ? ദില്ലുചേട്ടന്റെ സ്മൈൽ പോലെ ഉണ്ട്. അപ്പൊ ഇവൻ സ്റ്റാർ ആവും. അതെ, നമ്മൾ പപ്പീനെ ഞാൻ പയ്യെ കാണിക്കാം കേട്ടോ. ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ എനിക്ക് അവിടെ വന്നപ്പോൾ ഞാൻ പപ്പിയുടെ കാണിക്കുന്നില്ല, അവൻ്റെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് കസ്റ്റമൈസ് ടാഗ് വേണമായിരുന്നേ. അപ്പോൾ ടാഗിൻ്റെ ഇടയിൽ ഇവരൊരു പുതിയ പ്രൊഡക്റ്റാണ്, നമ്മുടെ പെറ്റ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്. ഈ ടാഗ് ഉണ്ട്, ഇത് നമ്മുടെ സിംബയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യിപ്പിച്ചതാണ്. സോ ഇത് ആക്ച്വലി NFC ആണ്, പ്ലസ് ഇതുപോലെ QR ഉണ്ട്.
സോ ഇതിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡോഗ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിലൊരു ഇൻ്റർഫേസ് കിട്ടും. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം ലോഡ് ചെയ്ത് വെക്കാം. സോ അത് കഴിഞ്ഞിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവരിത് ടാഗ് ഒന്നില്ലെങ്കിൽ ടാപ്പ് ചെയ്യോ അല്ലെങ്കിൽ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഹോം പേജ്, അവരൊരു നല്ല ഹോം പേജിലേക്ക് പോകും. അവിടെ പോയി നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും. അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ലൊക്കേഷൻ വരെ ഷെയർ ചെയ്യാം. സോ നമ്മുടെ ഡോഗ് എവിടെ കളഞ്ഞു പോയാലും തിരിച്ച് നമ്മുടെ അടുത്ത് എത്താനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ ഇങ്ങനത്തെ ഒരു ടാഗ് എന്തായാലും നമ്മൾ നെയിം ടാഗ് ഇടുന്നു. അപ്പോൾ അതിൻ്റെ മൾട്ടിപർപ്പസ് മെയിൻ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇറ്റ്സ് എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. എല്ലാ ഡോഗ്സിനും മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു സാധനം കൂടിയാണ്. സോ നമ്മളിത് ആളെ എടുത്തുകൊണ്ട് പോവാണ്. ന്യൂ ഫാമിലി മെമ്പർ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയാം. വീട്ടിൽ ആർക്കും അറിയില്ല കേട്ടാ. അപ്പൊ വീണ്ടും പറയാണ്, ഉത്തരവാദി പ്രിൻസ് ആണ്. സോ ബ്യൂട്ടിഫുൾ ന്യൂ മെമ്പർ ഓഫ് ദ ഫാമിലി. ഉറങ്ങുവാണ്. ആദ്യമേ മര്യാദയ്ക്ക് കിടക്കുമായിരുന്നു. ഇപ്പൊ നോക്ക്, ഈ ഉറക്കമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു തോന്നിവാസി ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവര് നല്ല രീതിയിലേക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും മാറിയതായിരിക്കും. ഇനിയിപ്പോ ഫുൾ തോന്നിവാസമായിരിക്കും. ഫുൾ ഇവന്റെ ഭരണമായിരിക്കുമല്ലോ. സിംബ ഉണ്ടായിട്ട് എന്റെ ചേട്ടൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ എന്തായാലും പ്രിയയുടെ ഒക്കെ റിയാക്ഷൻ എന്താന്ന് നോക്കട്ടെ. വീട്ടില് പോവാൻ ഞാൻ കുറച്ച് നെർവസ് ആണ്. കാരണം വേദു വിൽ ഓബ്വിയസ്ലി ഹിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. ഇൻഫാക്ട് അവൻ കുറേ കാലമായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഒരാളെ വേണം വേണം. ബിക്കോസ് അനുവിൻ്റെ പൂർണിമയുടെ ഡോഗുണ്ട്. രണ്ടുപേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരാളേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടം അവന്. പിന്നെ സിംബേനെ അവൻ ഭയങ്കര കെയറിങ് ആണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അമ്മേനോട് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഇന്ന് വരുന്നൊന്നും അറിയില്ല. അവൻ ഇങ്ങനെ പറഞ്ഞ പ്ലാൻ ഉണ്ട്, അമ്മയ്ക്ക് വലിയ പാടില്ല, ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം, ഞാൻ ഇല്ലാത്ത ടൈമിൽ മാത്രം നോക്കിയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അമ്മേനെ ഒന്ന് കൺവിൻസ് ചെയ്തു. കാരണം നമ്മളല്ലേ, ഞാനും പ്രിയയും വേദവും ഇല്ലാത്തപ്പോൾ അമ്മയാണല്ലോ നോക്കണം, അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. പിന്നെ പ്രിയയ്ക്കാണ് ഒരു ഐഡിയ ഇല്ലാത്ത, പ്രിയയ്ക്കാണ് ഒരു താല്പര്യം ഇല്ലാത്തത്. വേറൊന്നുമല്ല, ഷീ ലവ്സ് ഡോഗ്സ്, പക്ഷെ നോക്കണ്ടേ. അപ്പം പ്രിയനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ചൂടായി പറയും, പ്രിൻസ് ആണ് ഉത്തരവാദി. അപ്പൊ ഒരു അരമണിക്കൂറിൽ ഇപ്പൊ വീട്ടിലെത്തുക. ഹായ്. ആരോട് പറയാൻ ആർക്കും അറിയില്ല കേട്ടോ. കരയോടാ. നമുക്ക് ആദ്യം അമ്മയുടെ അടുത്ത് പോവാം. ഇതാണ് ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്നേ. എന്താണെങ്കിലും പയ്യെ ഇതിലിപ്പോ എന്റെ പടലിക്കായോ ആയോ? രണ്ടെണ്ണത്തിന് എങ്ങനെയൊക്കെയോ പറഞ്ഞു വിട്ടു. ഹാപ്പി ആയിട്ട് സന്തോഷായിട്ട് ഇനി അങ്ങോട്ട് അടുത്താള് വന്നില്ലേ? നോക്കട്ടെ അമ്മ എടുക്കട്ടെ. അയ്യടാ നിങ്ങൾക്ക് വേദപ്പെടുക്കല്ലോ. വേദനൊരു ബോയ് ബ്രദർ ആയല്ലോ. ഇനി ബ്രദർ വേണമെന്ന് പറയില്ലല്ലോ. പറയോ? അമ്മൂമ്മനെ കണ്ട് അമ്മേനെ ഷോക്കൊന്നും മാറ്റിയിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുവരായിരിക്കുക. അമ്മയുടെ ആയിരിക്കും എനിക്ക് വഴക്ക് കിട്ടത് വിചാരിച്ച. ഞാൻ എന്താ പറഞ്ഞേ? വേണ്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടല്ലോ. പിടിച്ചാണ്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കൂടെ എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. എങ്ങനെയുണ്ട്?
പേര് ഞാൻ എത്ര പറയാം. മാസായി? 49-50 ഡേയ്സ് ആയിട്ടുള്ളൂ. പേടിച്ചിരിക്കുന്നുണ്ടോ? ബേബിയാ. വേദുന്റെ ബ്രദറാ ഇത്. 2 ബ്രദേഴ്സ് ഉണ്ട്. ഒരു എൽഡർ ബ്രദറും ഒരു ഇതും. ഫോർ എവർ. ഷോക്കായ അതാ പറഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ട് ഷോക്ക് ആവുന്നത് ബാക്കിയുള്ളവരായിരിക്കും. ആ താടി ഇരിക്ക് താടി ഇരിക്ക്. ആ മടി വെച്ചു കൊടുക്ക്. ഇനി നീ പറയില്ല കേട്ടാ, ബ്രദർ വേണം സിസ്റ്റർ വേണോന്ന് കേട്ടല്ലോ. അവന്റെ എക്സൈറ്റ്മെന്റ് വെയിറ്റ് കൊടുക്കുന്നു. സൂക്ഷിച്ച് പിടിക്കണം കേട്ടോ. പയ്യെ കുഞ്ഞാടാ, ബേബിയാ. വിട്, പയ്യെ പിടിക്കാം. അല്ലെ അത്രയും ടൈറ്റ് ആക്കി ഒന്നും പിടിക്കരുത് കേട്ടാ. ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രിൻസ് ആണ് എന്നെ എൻകറേജ് ചെയ്താട്ടെ എന്നെ വാങ്ങാൻ. പ്രിൻസ് അങ്കിൾ അത് എല്ലാം മറന്നുപോയത് അവൻ. അപ്പൊ ഓക്കെ പ്രിൻസ്, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. പിടിച്ചോണേ, താഴെ ചാടരുത്. അല്ല ഞാൻ പറയാം, ഇനി തൊട്ട് എനിക്കാ ഡ്യൂട്ടി. പയ്യെ അപ്പൊ ഇനി നൈറ്റ് ഡ്യൂട്ടി തുടങ്ങാൻ പോകുന്നുള്ളൂ പുതിയ ബേബിനെ പോലെ. എല്ലാരും ഫൈബ്രോമയാലജിയൊക്കെ മാറിക്കോളൂ. ഇനി ഞാൻ തന്നെ നോക്കണം, ഞാൻ സമാധാനം തരണം. ഞാൻ പിന്നെ ഒരു 1 മന്തില് പോട്ടി ട്രെയിൻ ചെയ്ത് സുന്ദര ഒബീഡിയൻ ഡോഗ് ആക്കി മാറ്റും, കുട്ടപ്പനാക്കി തരും. ഓക്കെ, അതുറപ്പാ. അതൊന്നും ആവില്ല, എല്ലാം അപ്പ സെറ്റ് ചെയ്ത് തരാം കേട്ടാ. പയ്യെ വെയിറ്റ് ചെയ്യും. ആദ്യമേ എന്നെ സുസു വെക്കാറായിട്ടുണ്ട്, അപ്പൊ നോക്കട്ടെ. അല്ല, നമ്മളെ വിനീതാണ് സെറ്റ് ചെയ്ത് തന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി, നല്ല പെഡിഗ്രി, നല്ല ക്യാരക്ടർ, ടെമ്പറമെന്റ്, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തത് എല്ലാം നോക്കി. സർട്ടിഫിക്കറ്റ് 3 മന്ത്സ് കഴിയും കിട്ടാൻ. ഇപ്പൊ വാക്സിനേഷനും ഡിവോമിങ് എല്ലാം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഇനി ഒരു വാക്സിനേഷൻ കൂടെ ഉണ്ട്, അതിന്റെയൊക്കെ റെക്കോർഡ് നാളെ അയച്ചു തരും. ഇനിയിപ്പോ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ പോയതാ, തൃശ്ശൂരേ ഉള്ളൂ ഇത്. അവിടെ പോയിട്ട് ഞാൻ വരുവാ. രാവിലെ 6 മണിക്ക് തുടങ്ങിയതാ. കൊച്ചിന് ഇത് കിട്ടിയാലുള്ള സന്തോഷം ആലോചിച്ചു നോക്കാം. ഞാൻ എനിക്ക് ഇന്ന് വാശിയായിരുന്നു, ഇന്ന് തന്നെ കൊണ്ടുവരണം. പിന്നെ നാളെ ആയിട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. അതായിക്കോട്ടെ, പക്ഷെ നാളെ എനിക്ക് തന്നെ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ടിട്ട് ഷോക്ക് ആവാതെ ബാക്കിയുള്ളവരായിരിക്കും. അൺഫോർഗറ്റബിൾ എല്ലാവർക്കും. ഇനി ആരും എന്റെ ഈ ബർത്ത്ഡേ മറക്കില്ല. പുതിയ ഫാമിലി മെമ്പറും വന്നു. അതെ, ജൂലൈ 21. അമ്മയ്ക്ക് ഒരു കൂട്ടായി. പക്ഷെ 1.5 മാസത്തിൽ ഞാൻ അവനെ കംപ്ലീറ്റ് ബാത്റൂം ട്രെയിനിങ്ങും എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അതെന്നെ എല്ലാം സെറ്റ് ചെയ്ത്. ഇനി അടുത്ത ആളെയും കൂടെ കിട്ടി. ഞാൻ പറയാം, അത് അടുത്ത വ്ളോഗില് റിവീൽ ചെയ്യുന്നുള്ളൂ. കിട്ടിലും പേരാ. ഞാൻ വിളിക്കാനും എളുപ്പ, വ്ളോഗിലും നല്ലതാ. അധികാരം കേൾക്കാത്ത മാത്രല്ല, ഇവന് ചേർന്ന പേരുവാ, പ്ലസ് ന്യൂമറോളജിയും കറക്റ്റാ. അത് ആ സർട്ടിഫിക്കറ്റിൽ നോക്കണം. ഞാൻ പറഞ്ഞ ഇപ്പൊ എന്റെ നമ്മുടെ എല്ലാവരുടെയും സെയിം ആണ്, 3 ആണല്ലോ. എല്ലാവരും 3 ഇവന്റെ പേരും 3 വരുന്നത്. അല്ല, ന്യൂമറോളജിയിൽ ആഡ് ചെയ്യുമ്പോ 3 വരുന്നത്. ഓക്കെ, അവന് ഫുഡ് കൊടുക്കണം. ഞാൻ എല്ലാം സെറ്റ് ചെയ്യട്ടെ. അപ്പൊ പേര് ഞാൻ പിന്നെ പറയാം, ഇപ്പൊ പറയാം, വെയിറ്റ് ചെയ്യാം. വ്ളോഗിൽ പറയില്ല, അടുത്ത വ്ളോഗിലാണ് നമ്മൾ പേര് വെച്ച് ഡോഗിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പേരിടുന്നതൊക്കെ ഉണ്ട്, ഇനി 108 എല്ലാം ഉണ്ട്. ആ മുഖത്തിലെ ഭംഗി നോക്കാം അവന്റെ. പ്രിൻസ് കണ്ടപ്പോ തന്നെ പറയാം എന്നെ പോലെ ഉണ്ടെന്ന് ചിരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഗൈസ്, സോ നിങ്ങൾ വിചാരിച്ച പോലെ ഭയങ്കര ഒരു ഗ്രാൻഡ് ബർത്ത്ഡേ വ്ളോഗ് ഒന്നും അല്ലെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ വീഡിയോ ആണ്. ഇപ്പൊ ആവും.
അപ്പയുടെ ആയിട്ടില്ല. ഇതേ നോക്കണോ, ഒച്ച വെക്കല്ല കേട്ടോ, പേടിച്ചു പോകും. ഓക്കെ ഗൈസ്, സോ ഇനി നമ്മുടെ പുതിയ ആളും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗ്സിൽ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. കുറേ ഡോഗ് കെയർസ് കാണും, കുറേ ഇനി എന്താ പറയുക വേദുവിൻ്റെ 2 ബ്രദേഴ്സായിട്ടുള്ള വ്ളോഗ് കാണും. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമ്മൾ ഇവൻ്റെ പേരൊക്കെ പറയുന്നതായിരിക്കും. ആൻഡ് ഇവനോടങ്ങിയ കുറേ സാധനങ്ങളും പ്രിപ്പറേഷൻസും എല്ലാം ഞാൻ പറയാമേ. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.